അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ മൈക്കിൾ ബൂലോസ് ആലപ്പുഴയിലെത്തി. ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്ത ശേഷം ഇന്ന് രാത്രി ആലപ്പുഴയിൽ തങ്ങുകയും ചെയ്യും. ഒപ്പമുള്ള ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ മുഖ്യമന്ത്രിയുമായി കൊച്ചിയിൽ വെച്ച് കൂടിക്കാഴ്ചയും നടത്തി. മൈക്കിൾ ബൂലോസ് എത്തിയത് സ്റ്റേറ്റ് ഗസ്റ്റായി. ഹൗസ് ബോട്ടിലിരുന്ന് വള്ളംകളി പരിശീലനം വീക്ഷിച്ച് മൈക്കിൾ ബൂലോസ്. It's my first time visiting this beautiful state, and we had an absolutely incredible time visiting the backwaters here. It's a great place to visit, and I'll highly encourage a lot of other people to come here and visit. We only got to spend one day here, but I look forward to coming back. And our morning started with meeting with the Honorable Chief Minister. We had a very good meeting with the Chief Minister, and a lot of areas where we can work together between India and the United States. അബ്ദുൾ റഹീം വിവരങ്ങളുമായി ചേരുകയാണ്. റഹീം, എന്തായാലും ട്രംപിന്റെ മരുമകൻ ആലപ്പുഴയിൽ എത്തി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ആലപ്പുഴയുടെ സൗന്ദര്യമൊക്കെ അദ്ദേഹം ആസ്വദിക്കുകയും വലിയ സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇതിനിടയിൽ മുഖ്യമന്ത്രിയുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ ഇന്ത്യൻ അംബാസിഡർ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ചയായത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇത് വലിയ രഹസ്യാത്മകമായിട്ടായിരുന്നു ഇവർ എത്തിയതും ഈ കൂടിക്കാഴ്ച അടക്കം നടത്തുകയും ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെല്ലാം വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? സ്വാതി, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ടിഫാനിയ ട്രംപിന്റെ ഭർത്താവാണ് മൈക്കിൾ ബൂലോസ്. അദ്ദേഹം ഇന്ന് രാവിലെയോടുകൂടിയാണ് കൊച്ചിയിലേക്ക് എത്തിയത്. പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിന്റെ വരവ് സംസ്ഥാന സർക്കാരിന് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നെങ്കിലും സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വിട്ടിരുന്നില്ല. ഇന്ന് കൊച്ചിയിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം ആലപ്പുഴയിലേക്ക് എത്തുകയും ആലപ്പുഴയിലെ സൗന്ദര്യം, അതായത് അവിടുത്തെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം ഹൗസ് ബോട്ടിലടക്കം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തത്. ഈ വള്ളംകളിയൊക്കെ വരാനിരിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള ട്രയലൊക്കെ അദ്ദേഹം വീക്ഷിക്കുകയും ചെയ്തു. വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയും. വളരെ സന്തോഷവാനായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തിനൊപ്പം വന്നത് അമേരിക്കയുടെ ഇന്ത്യൻ അംബാസിഡർ കൂടിയായിട്ടുള്ള മൈക്കിൾ ഗോർ ആയിരുന്നു. അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും ചില കാര്യങ്ങളൊക്കെ ആ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇരുവരും കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി രത്തൻ യു ഖേൽക്കർ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ഹനീഷ് തുടങ്ങിയവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇതിൽ ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് യു എസ് സ്ഥാനപതി സെർജിയോ ഗോർ ആദ്യമായാണ് അദ്ദേഹം ഇത്തരത്തിലൊരു സന്ദർശനം കേരളത്തിൽ നടത്തുന്നത്. അദ്ദേഹം ഇന്ത്യയിലുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു സന്ദർശനം ആദ്യമായാണ് നടത്തുന്നത്. ടൂറിസം, അതോടൊപ്പം തന്നെ സംസ്കാരം, നിക്ഷേപം തുടങ്ങി ചില കാര്യങ്ങളിൽ കേരളവും അതോടൊപ്പം തന്നെ അമേരിക്കയും തമ്മിലുള്ള ചില കാര്യങ്ങളിൽ ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ തീരദേശ തുറമുഖ വികസനം, അതോടൊപ്പം തന്നെ മറ്റു ചില പദ്ധതികൾ കൂടി ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് കേരളത്തിന് ഗുണകരമാകുന്ന തരത്തിൽ ഏതെല്ലാം പദ്ധതികൾ ആവിഷ്കരിക്കാം എന്ന ചില കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം, കൊച്ചി അന്താരാഷ്ട്ര തുറമുഖം എന്നിവ, മാരിടൈം ലോജിസ്റ്റിക്സ്, കപ്പൽ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും, അതോടൊപ്പം തന്നെ ഗ്രീൻ ബങ്കറിംഗ്, അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയിലെ നിക്ഷേപ അവസരങ്ങളും ഈ തരത്തിൽ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് കേരളത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വളരെ വലിയ സന്തോഷമുണ്ട് കേരളത്തിലെത്താൻ കഴിഞ്ഞത് എന്നുള്ളതായിരുന്നു സെർജിയോ ഗോറിന്റെ പ്രതികരണം വന്നത്. ഏതായാലും ഇനി ഭാവിയിൽ ഏത് തരത്തിലായിരിക്കും കേരളത്തിന് ഇതിന്റെ ഗുണമുണ്ടാവുക എന്നുള്ളതാണ്. ടൂറിസം മേഖലയിലൊക്കെ വലിയ കുതിച്ചുചാട്ടത്തിന് ഇത് കാരണമാകുമോ എന്ന കാര്യമൊക്കെ ഇനി നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ്. ഈ അമേരിക്കയുമായി കൂടുതൽ കരാറുകളിലേക്കൊക്കെ, അതായത് കേരളത്തിന് ഗുണകരമാകുന്ന തരത്തിലുള്ള കരാറുകളിലേക്കൊക്കെ പോകുമ്പോൾ അത് ടൂറിസം രംഗത്തും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ, അതോടൊപ്പം തന്നെ ആരോഗ്യ രംഗത്തും ഒക്കെ വലിയ കുതിച്ചുചാട്ടങ്ങൾ. എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ കേരളത്തിലെത്തിയിരിക്കുകയാണ്. ഒപ്പം അമേരിക്കയുടെ ഇന്ത്യൻ അംബാസിഡറും എത്തി മുഖ്യമന്ത്രിയുമായി അടക്കം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതിന്റെ വിവരങ്ങളാണ് റഹീം നൽകിയത്.